വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സുന്ദരിയുടെ ബർത്ത്ഡേ ആണ്. സുന്ദരി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അറിയാലോ, അഞ്ജന അറിയില്ലെങ്കിൽ ഇപ്പൊ പറയാണ്. അതായത് ഇന്ന് എന്താ ഡേറ്റ്? ഏപ്രിൽ 19 ആണ് അവളുടെ ബർത്ത്ഡേ. അപ്പൊ നമ്മള് അവളിപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നേക്കാം. നമ്മളൊരു നല്ലൊരു ബർത്ത്ഡേ വിഷ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്, പക്ക പ്ലാനിലാണ് ഞാനും അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ വേറൊരു ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങളുടെ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു. ഇവളെ പറ്റിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യിപ്പിക്കാനായിരുന്നു പ്ലാൻ. അവൾ ഇന്നലെയാണ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്. അപ്പൊ അവള് ബർത്ത്ഡേ ആയതുകൊണ്ട് വന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇല്ല, വീട്ടിലില്ല. അവൾ എന്നും ഞാൻ ഞായറാഴ്ച അപ്പോൾ പള്ളിയിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരില്ല എന്നെ കാണാൻ വേണ്ടിട്ട്. പള്ളിയിൽ പോയിട്ട് എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരില്ല. അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ആന്റിയുടെ വീട്ടിൽ പോയേക്കോ, അതുകൊണ്ട് നീ വീട്ടിലോട്ട് വരണ്ട, ഞാൻ അവിടെ ഉണ്ടാവില്ല. അതേപോലെ അമ്മൂനോടും പറയാൻ പറഞ്ഞു, അവൾ ഇവിടെ ഇല്ല, അവൾ ചേച്ചിനെ വീട്ടിൽ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും നാട്ടിലില്ല, നമ്മൾ വേറെ അടുത്ത് പോയപ്പോഴാണ് അവളോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം അവർക്ക് അറിയത്തില്ല. നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പരിപാടിയിലാണ്. അതുകൊണ്ട് നമ്മൾ കേക്കെല്ലാം കഴിഞ്ഞ ദിവസം ഓർഡറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് മേടിച്ച് കൊണ്ടുവന്ന് ഞെട്ടിച്ചാൽ മതി. ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാം ഇവള് വാട്സപ്പിലെല്ലാം പറഞ്ഞ് റെഡിയാക്കി പറ്റിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വന്നു എന്നിട്ട് ഇവിടെ അടുത്ത് കുടുംബ വീടുണ്ട്. അപ്പൊ അവരെ കാണാൻ വേണ്ടി അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ട് ഞാനിവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തത്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾ തിരിച്ചു പോയി. എന്നിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചുമ്മാ വിളിച്ചു വെച്ചാൽ എവിടെയാ? അപ്പോൾ അവൾ പറയാം, അവൾ സിനിമ തിയേറ്ററിലാണ്. ഇനി ഉച്ചയ്ക്ക് പോയിട്ട് സർപ്രൈസ് ആക്കാനായിരുന്നു പ്ലാൻ. അപ്പം അവള് സിനിമ കാണാൻ പോയേക്കുക. അപ്പം ഇനിയിപ്പോ എന്താ ചെയ്യാം, വീട്ടിലെത്തും. ഇപ്പൊ 4 ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പൊ ആ സമയം കണക്കാക്കി പോവാന്നുള്ള പ്ലാനിലാണ്. അവിടെ പോയിട്ട് സർപ്രൈസ് ആക്കാം. അപ്പൊ അവളുടെ വിചാരം നമ്മൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് അവള് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ചെലവ് കിട്ടിയേ പറ്റൂ, ചെലവ് തന്നില്ലെങ്കിൽ പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞ് ആള് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ആദ്യമെ കൊണ്ട് വരെ വിളിപ്പിച്ച് പറഞ്ഞു, അവളെ കൊണ്ടുപോവാ, അവളിവിടെ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് അവള് വിശ്വസിച്ചിരിക്കുക. ഞങ്ങൾ പോയി, ഞങ്ങൾ രണ്ടാളും നാട്ടിലില്ല എന്നുള്ള ധാരണയിലാണ് അവൾ അവിടെ ഇരിക്കുന്നത്. ഇനി നമ്മള് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ ഞെട്ടിയും. ബിക്കോസ് ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ ചെലവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പറയാതെ പെട്ടെന്ന് അങ്ങ് ചെന്ന് ഇതാക്കുമ്പോഴത്തേനും ആള് ഞെട്ടിപ്പോവും. 2 ദിവസമായിട്ട് ഇതിന് പിന്നെ നടന്ന് ഭയങ്കര പണിയായിരുന്നു. ബിക്കോസ് നമ്മള് എന്താ പറയാ, ഇവള് പൊക്കും. നമ്മൾ എവിടെ എന്താണെന്നൊക്കെ അറിഞ്ഞ് പൊക്കും. ഇവള് അറിയാണ്ട് എല്ലാം പ്ലാൻ ചെയ്യണം. ഒരു വിധത്തിലാണ് ഓരോന്ന് ഇതാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഒരു 3:30 ആയിട്ടുണ്ട്. ഒരു 3-4 മണിന്നാണ് അമ്മനോട് പറഞ്ഞത്. ഞാൻ അവളെന്തായാലും സിനിമ കണ്ട് വരാറായി. പെട്ടെന്ന് പോയിട്ട് കേക്കെല്ലാം മേടിച്ചിട്ട് നമുക്ക് പോകണമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗം പോയിട്ട് വീട്ടിൽ ചെന്ന് ഒളിച്ചിരിക്കാനാണ് പ്ലാൻ. എന്നിട്ട് കയറി വരുമ്പോൾ ഞെട്ടിക്കുക. അതാണ് പരിപാടി. എങ്ങനെയാവും ചീറ്റിപ്പോ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ പൊക്കാൻ വഴിയില്ല, നമ്മളിവിടെ ഇല്ലാന്ന് അവരോട് പറഞ്ഞു. ഇനിയിപ്പം ടൗണിലെന്തായാലും കാണുമെന്നുള്ളൊരു ഇതേ ഉള്ളൂ. നമ്മൾ എല്ലാം പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പോണേ നമുക്ക്. അങ്ങനെ നമ്മൾ വേഗം തന്നെ ഒരുങ്ങി പിടിച്ചിറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അമ്മൂനെയും കൂട്ടി നേരെ ടൗണിലോട്ട് പോവുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോ കൂട്ടി വേണം പോകാൻ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തി. അവിടെ പിടിച്ചിരുന്നതിന് ശേഷം ഇച്ചിരി നേരം നമുക്ക് ഓട്ടോ വന്നു. ഞങ്ങൾ ഓട്ടോയ്ക്ക് കയറി പോകുന്നു. ഒരുപാട് ആൾക്കാരും കയറ്റിക്കൊണ്ടാണ് ഓട്ടോ പോകുന്നത്, കൂടെ ഞങ്ങള്. എന്നിട്ട് നമ്മൾ നേരെ ടൗണിലെത്തി ഓർഡർ ചെയ്ത കേക്ക് വാങ്ങിച്ചു. അതുപോലെ തന്നെ അവൾക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതാണ് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഡയറി മിൽക്കും വാങ്ങിച്ചു. പിന്നെ കേക്കും ഓർഡർ ചെയ്തു. മിനിഞ്ഞാണ് ഓർഡർ ചെയ്തത്. കേക്കും മേടിച്ചു ബ്ലാക്ക് ഫോറസ്റ്റിന്റെ. പിന്നെ ബർത്ത്ഡേ ബലൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ പോപ്പറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് പൊട്ടുമെന്ന് ദൈവത്തിന് അറിയാം, അവിടെ ചെന്നാലും അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ അതും വാങ്ങിച്ച് നേരെ നമ്മൾ ഓട്ടോയ്ക്ക് നമ്മൾ അവിടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഓട്ടോ വീട് വരെ കൊണ്ടുപോയില്ല. നല്ല കയറ്റം. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടം വരെ പോകാൻ പറ്റത്തുള്ളൂ, കയറ്റാണെന്ന് പറഞ്ഞു. എന്തായാലും അത് നന്നായി. ഇനി അവളെങ്ങാനും സിനിമ കഴിഞ്ഞ് ഇത്ര നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. വീടിന് മുന്നിൽ കൊണ്ട് ഓട്ടോ നിർത്തി കഴിഞ്ഞാൽ അവൾ പൊക്കും എന്നുള്ളവർ ഉറപ്പാണ്. എന്തായാലും നന്നായത്. അങ്ങനെ ഞങ്ങൾ പാതി വഴിക്ക് ഓട്ടോ ഇറക്കി വിട്ടു. ബിക്കോസ് ഇവിടെ കൂടെ കയറാൻ വഴിയില്ല. അയാൾ പറഞ്ഞു വണ്ടിക്കകത്തുനിന്ന് സോ പോകാൻ പറ്റൂല, പകുതിക്ക് ബാക്കി നിങ്ങൾ നടന്നോളാൻ പറഞ്ഞു. വെറുതെ ഓട്ടോ കൂട്ടി കുറച്ച് ദൂരം ഞങ്ങള്. ഭയങ്കര കേട്ടാ, നടക്കാനും ഭയങ്കര പാടാ. പക്ഷെ കുഴപ്പമില്ല, അവിടെ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു. ഞാനല്ല പറഞ്ഞ കുഞ്ഞു വണ്ടി കയറുന്നു. നമ്മള് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മേനോട് അവള് വന്നിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് വിളിപ്പിക്കാം. അമ്മയോട് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ അവള് ടെൻഷൻ ആവില്ലേ? അവള് വേഗം വരണല്ലോ. 1 സംതിങ്ങിനാണ് മൂവി തുടങ്ങിയത്. അപ്പൊ എന്തായാലും 4 മണിയാകുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്തായാലും 1/2 മണിക്കൂർ വേണ്ട അവർക്ക് ഇവിടെ എത്താൻ. അച്ചാക്കണ്ട, നമുക്ക് മീനിനെ സർപ്രൈസ് ചെയ്യാം. മീന ഞെട്ടട്ടെ. മീന മീൻസ് അവളുടെ അമ്മ. ഓക്കെ, കണ്ടോ? ആരോ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും പുള്ളിക്കാരി ആണ്ട് അവിടുന്ന് ക്രോസ് ചെയ്ത് പോകുന്നു. അവിടെ പുള്ളിക്കാരിനെ കണ്ടപ്പോൾ തന്നെ നമ്മൾ നെട്ടിപ്പോയി. കാരണം കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല, അവൾ പുള്ളിക്കാരത്തെ ഡ്രസ്സ് മാറാൻ വേണ്ടി ടോയ്ലറ്റിൽ പോകുന്ന ഭാഗമാണ് ഇപ്പൊ കണ്ടത്. ഇപ്പൊ വന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങളെ നീന കണ്ടപ്പോൾ നീനെ സർപ്രൈസ് ആയി. ഞങ്ങളോട് പറഞ്ഞു അവൾ ഡ്രസ്സ് മാറാൻ പോയപ്പോൾ നിങ്ങൾ നേരെ റൂമിൽ കയറി ഒളിച്ചിരുന്നോളാം. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലോട്ട് കയറി. ഇപ്പോൾ അവളുടെ ഡ്രസ്സ് മാറി റൂമിലോട്ട് വരും. അപ്പം നീന പറഞ്ഞു അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, പോയി എടുത്തോണ്ട് വരാൻ. അങ്ങനെയാണ് അവൾ റൂമിലോട്ട് വരുന്നത്.
കണ്ടോ പൊട്ടൂല ഡ്രസ് മാറ്റാൻ ഇങ്ങോട്ട് അന്നേരാണ് ഇവര് കേറി വന്നേ. ഇന്നലെ ഉണ്ടല്ലോ ഇവളോട് ഞങ്ങൾ ഇവിടെ ഇല്ല. ആലിയാനെ കൊണ്ട് വോയിസ് മെസ്സേജ് എന്നെ സമ്മതമോ ഇവള് സൈനന്റെ വീട്ടിൽ നിന്ന് സൈന അപ്പൊ ഇവിടെ വീട്ടിലാന്ന് വിചാരിച്ചു, പള്ളി വന്നില്ലാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എല്ലായിടത്തും പുറത്തു കൂടി ലാലവൻ എടുക്കാം നോക്കി മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുവോ. ഞാൻ പേടിച്ചു. ഞങ്ങളോട് പറഞ്ഞൊന്നും എനിക്ക് അപ്പഴേ ഞാൻ ഓർത്തില്ല. പക്ഷെ ഇങ്ങോട്ട് ഇവര് രണ്ടുപേരും പള്ളിയിലും വന്നില്ല. അല്ല ഇന്ന് രാവിലെ ഒരു 10:30 അപ്പം പൊട്ടിച്ച് രണ്ടെണ്ണുള്ളത് പൊട്ടിക്കാം. ഞാനെന്റെ ഫോൺ എടുക്കാത്തറിയോ? ആ ഫോണിന്റെ നമ്പറൊക്കെ ഉള്ളത് അമ്മേനോടല്ലേ നമ്പറൊക്കെ ഉള്ളേ. അപ്പൊ എനിക്ക് കോള് വരുന്ന മുഴുവൻ നമ്പറിലാ വരുന്നേ. പിന്നെ തിയേറ്ററിലൊന്നും കേൾക്കുകയില്ലല്ലോ. കോൾ എടുക്കും. ഇനി ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാണെങ്കിലോ എന്ന് പറഞ്ഞു. ഒച്ച കേട്ട തിരിയില്ല. അപ്പൊ പെണ്ണ നീ എന്നെ പറയാതെ പോയി. നിക്കാൻ വയ്യ. ഇതെവിടെ തൂക്കണ്ടേ? പൊട്ടിച്ചാലോ? ഡയറി മിൽക്ക് കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ഗിഫ്റ്റ് ആയിട്ട് രണ്ടുപേർക്കും കൊടുക്കാം. തന്നില്ലല്ലോ. ഇനി നമ്മള് മറ്റേടെ അടുത്തപ്പോ വലിയ ഡയറി മിൽക്ക് ഇങ്ങനെ കുഞ്ഞിന്റെ അല്ല, അത് നമ്മള് ഞങ്ങളുണ്ടല്ലോ കടയിൽ നിന്ന് വലിയ ഡയറി മിൽക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് കൊടുക്കാതാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ വലിയതവിടെ ആണല്ലേ. മുറിക്കുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുറിച്ചിട്ട് ഞാൻ ആ കാര്യം തരണ്ട. ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇത് കഴിയട്ടെ മതി ബാക്കിയുള്ളവരൊക്കെ. നമ്മുടെ സ്നേഹം ഒന്ന് ഒറ്റയ്ക്കൊന്ന് അനുഭവിക്കട്ടെ. കൊല്ലാണ്ടെന്നാ മതി.
ഞാൻ എന്നിട്ട് പെണ്ണിനോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പെണ്ണെ പോവാ. പെണ്ണിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് ഒഴിവാക്കുവാണേ. എന്നോട് എന്റെ അടുത്ത് വരുന്നു. ഇല്ല എന്നെ കണ്ടാ പെണ്ണ ഞാൻ ഇവിടെ കണ്ടുമ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇവിടെ കടന്നു പോവുകയും ചെയ്ത്. അപ്പൊ എനിക്ക് ഭയങ്കര സംശയം, നീ പോയല്ലോ. ഞാനിതിന്റെ മോളേമേനെ വിളിച്ചു വർത്താനം പറഞ്ഞു. ഇവളോട് പറഞ്ഞില്ല, ഇവളെ കണ്ടില്ല, ഇവളില്ലെന്നല്ലേ വിചാരിക്കുന്നേ. ഇവിടെ അറിയാണ്ട് പുറത്തോട്ട് വന്നു പോയതാ. ഇവിടെ അറിഞ്ഞാ വരൂലായിരുന്നു. ഇനി അധികം ഇതാക്കിയൊക്കെ ബലൂണും പൊട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമ്പോ ചൂടാ കുറച്ച് നേരമല്ലേ ഉള്ളൂ, ഒരു ബർത്ത്ഡേ വയറിലാവുന്ന സാധനം ചുരുണ്ടി ചുരുണ്ടി സ്പ്രിംഗ് കാണിക്കണ്ടേ. എന്നെ പൊന്നില്ല നയിച്ചിട്ട് ചുരിദാർ ഊരിന്റെ മുമ്പ് വന്നിരുന്നെങ്കിൽ ചൂടെടുത്തിട്ട് വയ്യായിരുന്നു. മുടി വേണ്ട, മുറുക്കടി തീ കത്തിച്ചോണ്ടാണ് മുറിക്കണ്ടേ. ഊതണ്ടേ ഞങ്ങളെ ഗിഫ്റ്റ് ചെയ്തേ ഉള്ളൂ. ആറ്റം വെക്ക്. പറ്റൂല മോളെ. ഊതിക്കൊലിപ്പ് കേൾക്കുന്നത് അതുകൊണ്ട് ഒരു വട്ടം പോയിട്ട് പിന്നെ നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ തന്നെ തരും, അങ്ങനെ തന്നെ. അല്ല അവക്ക് ഇങ്ങനെ ഉണ്ടാവും കൊടുക്ക്. ഞങ്ങൾ നിൽക്കുന്നതല്ലേ ഫസ്റ്റ് കൊടുത്ത സാധനം കൂടെ ഒക്കെ റീച്ച് ഞങ്ങളൊരു വീഡിയോ ഇട്ടു, അത് വയറല്ലേ കാണിച്ചു തരാം. അത് ഏത് വീഡിയോ? അത് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നെടുത്താ വായിലോട്ട് വെച്ചിരുന്നു. അയ്യോ വായിലോട്ട് പോയി. എടി ഇത് പൊട്ടിക്കട്ടെടി. വേണ്ടെന്ന് ആഗ്രഹമുണ്ട്. അമ്മ വീട്ടിൽ നിന്നെ എന്തായാലും വീട്ടിൽ കയറ്റാണ്ട് ഇരിക്കൂല. നീ അവിടെ പോയിട്ട് പണി പണിക്കാരൊക്കെ ആരും പറഞ്ഞു വിടൂല. വേണ്ടേ വീട്ടിൽ നടക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ചക്കപ്പൂരുണ്ട്, പിന്നെ കോഴിയുണ്ട്, കഴിച്ചോളാം. ഞാൻ ഈ പ്രാവശ്യം വയറും കൊണ്ടല്ല വന്നത്. എന്തോ ഉണ്ടല്ലോ. എന്താ കഴിച്ചെന്ന്? പെണ്ണിനെ കഴിച്ചാ? ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചോ? ചിക്കൻ തന്നോ? ചിക്കനൊന്നും ഇല്ലായിരുന്നു. അതെന്നാ എഴുതിയത്? സുന്ദരി എഴുതി വായിച്ചോ? എന്താ സുന്ദരി? സുന്ദരി അവിടെ നിൽക്ക്, ഞാൻ കുളഞ്ഞെടുത്തേ. വേറെ പണിയാ? പ്രകടനം എന്നെ കൂടെ പ്രകടിപ്പിക്കൂ. ഇനി പല
അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല രീതിക്ക് സുന്ദര സർപ്രൈസ് ആയിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നമ്മൾ വന്നത്, അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പായസം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അധികം നേരം ഫോട്ടോ എടുപ്പും ഇരിപ്പും എല്ലാം കഴിഞ്ഞ് പായസം എല്ലാം കുടിക്കലായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം റോട്ടിൽ കൂടെ ഒക്കെ നടക്കുകയായിരുന്നു. അവളുടെ വീടിന്റെ പുറത്തുള്ള അവിടെ കുറച്ച് പാറപ്പുറമല്ല ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലാണ് കുറെ നേരം സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മഴ പെയ്തു. പിന്നെ അമ്മൂനെ അവിടെ നിർത്തി. എനിക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നു, വീട്ടിൽ ചോദിച്ചിട്ട് വിട്ടില്ല. സോ ഞാൻ മാത്രം ഇങ്ങ് പോകുന്നു. അതുകൊണ്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ടാറ്റ ബൈ എല്ലാം പറഞ്ഞ് ഒട്ടൊക്കെ ഇറങ്ങി പോകുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ വളരെ സങ്കടകരമായ നിമിഷങ്ങളാണ്. ബിക്കോസ് അമ്മ വന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് തിരിച്ചു വന്നത്. അമ്മ അവിടെ നിന്നു. ഇപ്പൊ ഇന്നൊരു ദിവസം നിൽക്കുക, രാവിലെ പോയാൽ മതി. എനിക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് വീട്ടില്ല. ഞാൻ അമ്മേനെ വിളിച്ചു ചോദിച്ചു, അമ്മേ രാവിലെ വന്നാൽ മതിയോ? പറ്റൂല. അങ്ങനെ തീരാ സങ്കടമായി ഞാൻ ഓട്ടം വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അമ്മൂനെ അവിടെ നിർത്തി. സങ്കടമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് 2 പേരാണെങ്കിലും ഇങ്ങോട്ടൊന്ന് ഒറ്റയ്ക്ക് വന്ന് അമ്മ അവിടെ വന്നു. എങ്ങനെ പോന്നു, വീട്ടിലെത്തി. സങ്കടമാണ്, സാരമില്ല. അപ്പം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. കണ്ടു മടങ്ങുമ്പോൾ ഭയങ്കര സങ്കടമായി. എന്താണുണ്ട് നന്നായിട്ട് നമ്മൾ അടിച്ചു പൊടിച്ചിങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നു. ചങ്കത്ത് തരുന്നു. അപ്പം ഞാൻ അവരെ ദൈവം പറഞ്ഞെല്ലാം എന്നോട് പറഞ്ഞു, രാവിലെ വന്നാൽ മതി, പോയാൽ മതിയോ എന്ന് ചോദിച്ചു. നിൽക്കണം ഉണ്ടായിരുന്നു, കിട്ടിയില്ല. ശരിയില്ല. ഇനി ഞാൻ വലുതായി സ്വന്തം കാര്യം തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് എന്താക്കാം, സ്വന്തമായി തീരുമാനം എടുത്ത് എവിടെ വെച്ചാൽ നിൽക്കാം. അപ്പം വളരെ സങ്കടകരമായ നിമിഷങ്ങൾക്കൊടുവിൽ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവരോട് ടാറ്റ ബൈ എല്ലാം പറഞ്ഞ് നമ്മളെ തിരിച്ച്. ആക്ച്വലി എനിക്കറിയാം നമ്മൾ അത്രയും നേരം നമ്മൾ ഓവറായിട്ട് കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് വന്നു കഴിഞ്ഞാൽ പോരാൻ നേരത്ത് കണ്ണിക്കൂടെ കുടുകൂടെ ഒഴുകുമെന്ന്. പക്ഷെ എന്ത് പറയും, വിധി എങ്ങനെയാണ്. അങ്ങനെയല്ല, എന്തായാലും ഈ പോകുമ്പോൾ എല്ലാ പ്രശ്നം നമ്മൾ കണ്ടിട്ട് പിരിയാൻ നേരത്തെ എപ്പോഴും ഉള്ളതാണ് ഒരു സങ്കടം. അതെന്താണെന്ന് അറിയില്ല, അതെങ്ങനെയാണ്. ഇനി ഇനിയിപ്പോൾ കാണാനൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അവർ നാളെ പോകും, ഒരാൾ പോകും, ഒരാളിനെ വേറെ സ്ഥലത്താണ്. അപ്പം നമുക്ക് കാണാൻ പറ്റില്ല, പറ്റില്ല. അപ്പം ഇനി അടുത്ത പ്രാവശ്യത്തെ വ്ളോഗുമായിട്ട് വരുന്നത് വരേക്കും ബൈ.